അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ കുറേ ആയി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായി എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ കറൻലി നാട്ടിലെത്തിയിട്ടുണ്ട്. അത് ഞാൻ ഖത്തറിലുള്ളപ്പോൾ ഐസമോൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയത്, ബ്രെഡിൽ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ബനാന വെച്ചിട്ടുള്ളത്. ഐസമോൻക്ക് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ അതാണ് യൂഷ്വലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കഴിക്കൽ. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തയക്കുന്ന ലഞ്ച് ബോക്സൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാറും. ഒരു പഴം, ഒരു 2 എഗ്ഗും ഇതൊക്കെയാണ് അവൻ കഴിച്ചിട്ട് പോകൽ. പിന്നെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ അവൻ്റെ ബോട്ടിൽസും അതുപോലെ ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്തു. ഡ്രസ്സ് തേച്ച പാട് അവനക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ, ചെറിയ ചൂടുള്ളത്. അങ്ങനെ പിന്നെ അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുടി വാർന്നു കൊടുത്തു, ക്രീമൊക്കെ തേച്ച് നമ്മൾ അവനെ സ്കൂളിലോട്ട് പറഞ്ഞയക്കാണ്. അന്നത്തെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണതൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 14th മെയ്യിൽ ഞങ്ങൾ വെള്ളിയാഴ്ച നൈറ്റാണ് നാട്ടിലോട്ട് പോരുന്നത്. അപ്പോൾ വെള്ളി പിന്നെ ഓൾറെഡി സ്കൂളുണ്ടാവില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് അവൻ്റെ സ്കൂളാണ് ഖത്തറിലുള്ള. അങ്ങനെ പിന്നെ ലഞ്ച് ബോക്സൊക്കെ ബാഗിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ പോവാൻ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ അവനെ പഠിപ്പിച്ച് ഇരിക്കുന്ന നമ്പർ 2 ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബുക്കിൽ എഴുതി എങ്ങനെയാണ് എഴുതാൻ അറിയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ എഴുതി തരും. അങ്ങനെ സലാമൊക്കെ കൊടുത്ത് അവനെ യാത്രയാക്കി. അവന് സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇക്കാക്ക് നമ്മൾ മോർണിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ സാൻഡ്വിച്ചൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇക്ക ഡെയിലി കഴിക്കുന്ന മുട്ടയും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഒരു മധുരമിടാത്ത കോഫി അത് കുടിച്ച് നമ്മൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് ഉച്ചയായപ്പോൾ നമ്മൾ അവൻ്റെ സ്കൂളിലോട്ട് പോവാണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളാണ് അവനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടീച്ചറോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണത്. സ്കൂൾ വിടാനായപ്പോഴേക്കും സെക്യൂരിറ്റി ഒരു റോപ്പ് പോലത്തെ സംഭവം ബസ്സിൻ്റെ മുന്നിൽ എല്ലാം കെട്ടുന്നുണ്ട്, കുട്ടികൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് തോന്നുന്നു. അങ്ങനെ പിന്നെ സ്കൂൾ ബസ്സൊക്കെ പോയി നമ്മൾ ഉള്ളിലോട്ട് കടന്നപ്പോൾ അവിടെ എന്തോരു ക്ലേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എല്ലാവർക്കും കാണാൻ വിധത്തിൽ വെച്ചിട്ടുണ്ട്. അവന് നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സർപ്രൈസായിട്ട് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചറോടൊക്കെ സംസാരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആയിരുന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത് ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ബില്ലാക്കുന്ന സ്ഥലമല്ല, നോക്കട്ടെ. Riyal 75 dirhams. 18 riyals 0 dirhams. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മൾ പാക്കിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ നൈറ്റാണ് പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഒരു പെട്ടിയൊക്കെ അന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൂക്കുലലി പോയിട്ട് ഒരു ഷവർമ കഴിച്ചു. എനിക്കാണെങ്കിൽ ഇക്കാക്കാണെന്നുണ്ടെങ്കിലും ഈ സൂക്കുലലിത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോയി കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ഷവർമ കഴിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കാണാൻ വന്നിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ വീട് നിയർ ബൈ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഷവർമ മേടിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാണ്ട് പറഞ്ഞില്ല, അവരെ വീട്ടിലോട്ട് പോയി. അവിടെ പോയപ്പോൾ കുട്ടീസ് നല്ല കളി. ഇവർ തമ്മിൽ അങ്ങനെ കുറേ നേരം കളിക്കലില്ല. കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും അടിയാവും.
ഐസുമോനാണ് മെയിനായിട്ട് അടി ഉണ്ടാക്കുന്ന ആൾ. അവന് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് മിങ്കിളായിരുന്നു. പോകാൻ നേരത്താണ് ഇവർ തമ്മിൽ നല്ല സിങ്കായത്. അപ്പോൾ പിന്നെ അവരെ കളിയൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. ഇവള് അജീഷ, ഇവളെൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു സ്കൂളിലല്ല കോളേജിൽ. അതുപോലെ തന്നെ ഇവളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ഇക്കെ പെട്ടെന്ന് കമ്പനിയായി. അതുകൊണ്ട് നമ്മൾ നല്ല സിങ്കായി, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യലുണ്ട്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ അതാണ്, ഫുള്ളായിട്ട് മിസ്സാണ്. ഇതൊക്കെ നാളേക്ക് എടുത്തു വെക്കാനുള്ളതാണ്. ഞാൻ എൻ്റെ എണ്ണപാത്രങ്ങളും എനിക്ക് വേണ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ഉണങ്ങിയിട്ട് വേണം നമുക്ക് വെട്ടയിലെടുത്ത് വെക്കണം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ ഉള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഇനി കാണാൻ പോണത്. അപ്പോൾ രാവിലെ എണീറ്റ പാടന്നെ ബെഡ്ഷീറ്റൊക്കെ എടുത്തു, വാഷ് ചെയ്യാനിടണം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്തു, വേറെ ബെഡ്ഷീറ്റ് വിരിക്കണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ വീട് 2 മാസത്തിന് വേറെ ഒരു കപ്പിൾസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട്, നമ്മൾ അടച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സെറ്റാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരും കൂടി വന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മുട്ട, മഷ്റൂം ഇല്ലാത്തത് കൊണ്ട് മുട്ടയും കോണും മാത്രമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സോഫയുടെ ബാക്കിൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ജിമ്മിൻ്റെ കുറച്ച് വെയിറ്റ് എടുക്കുന്ന സാധനങ്ങളും അതെല്ലാം നമ്മൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലോട്ട് വെച്ചിട്ട് അടക്കുകയാണ്. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏറെക്കുറെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഒരു സൈഡിൽ മാത്രം കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലോട്ട് പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ നെക്സ്റ്റ് വെക്കേഷനിലല്ലേ പോകുമെന്ന് വിചാരിച്ചിട്ടാണുള്ളൂ. അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ കീപ്പ് ചെയ്തു. നമ്മളൊരു 7 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങി എയർപോർട്ടിലെത്തി. ട്രാവലിംഗ് വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടില്ല ഇപ്രാവശ്യം. കാരണം നമ്മുടെ ചാനലിൽ അധികം അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങോട്ട് വരുന്നത് 2 വീഡിയോസായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഖത്തർ എയർപോർട്ടിൽ ഗോൾഫ് കാറിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ കൂടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അവർ വീൽ ചെയറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് കൂടെ ആയതുകൊണ്ട് നമ്മൾക്കും ഗോൾഫ് കാറിൽ കയറാൻ പറ്റി. എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ ഏതോ ഒരു കുട്ടീനെ ഐസ്മോൻ പരിചയപ്പെട്ട് അവളെ കൂടി ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി. അങ്ങനെ ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞ പാട് അവന് കിടന്നുറങ്ങി. നൈറ്റാണല്ലോ. കുറച്ച് കഴിഞ്ഞ് നല്ല വിശന്നപ്പോൾ ഞാനൊരു കപ്പ് നൂഡിൽസ് ഓർഡർ ചെയ്തു. പക്ഷേ വേണ്ടിയിരുന്നില്ലാന്നായി, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ എത്താനായി. അപ്പോൾ മോർണിംഗ് ആയി ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ മോർണിംഗ് വ്യൂ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ അടുത്ത് പോയതൊക്കെ നൈറ്റ്, വന്നതൊക്കെ നൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ എത്തിയതും നല്ല മഴ. നാട്ടിലെത്തിയ മുതൽ മഴ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീടെത്താനായി. അവിടെ നിന്ന് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വീടെത്താനായപ്പോൾ തന്നെ ഈ മല, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നിട്ട് ഈ മലകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഫീലാണ്. അതെങ്ങനെ പറഞ്ഞുതരാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അനങ്ങന്മാരുടെ അടുത്താണ് നമ്മുടെ വീട്, ഇക്കാടെ വീട്. അതിനുശേഷം പിന്നെ ഒന്ന് കിടന്നുറങ്ങി. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ പിന്നെയും ഒറ്റപ്പാലത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി. ബ്രദറിൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ. അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന വഴി ഫുള്ള് ലൈറ്റ് തൂക്കിയിട്ടിരിക്കണു. വാണിയംകുളം ഭാഗത്തുള്ള എന്തോ ഒരു അമ്പലത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ തൂക്കിയിട്ടപ്പോൾ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പാരാമൗണ്ട് ഹോട്ടലുണ്ട് വാണിയംകുളത്ത്. അവിടെ ഇക്കാടെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് അതിലോട്ട് കയറി. ഇവർ രണ്ടാളും സിസ്റ്റർ ഇൻ ലോൻ്റെ മക്കളാണ്.
ഇവരാണ് എൻ്റെ മെയിൻ ക്രൈം പാർട്ട്നേഴ്സ് ഇക്കാടെ വീട്ടിൽ വരുമ്പോൾ. പിന്നെ ഹോട്ടലിൽ നല്ല ആംബിയൻസും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് 2 ബർഗറും കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി, ടാറ്റാ.